എല്ലാ കൂട്ടുകാർക്കും സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ചില പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു. എല്ലാവരും പൂർത്തിയാക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തെല്ലാമാണ് പഠിച്ചത്? വിവിധതരം ഭൂപടങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ്, ഭൂപടങ്ങളുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ്. ഭൂപടങ്ങളെ എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വർഗീകരിച്ചത്? ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും വർഗീകരിച്ചു. ബേസ്ഡ് ഓൺ ഫങ്ഷൻ, മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. അടുത്തതായി നമുക്ക് തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ എങ്ങനെ വർഗീകരിക്കാമെന്ന് നോക്കാം. എന്താണ് ഈ തോത്? നിങ്ങൾ ഒരു വീട് വയ്ക്കാനായി തീരുമാനിച്ചാൽ പ്ലാൻ തയ്യാറാക്കാറില്ലേ? പ്ലാൻ തയ്യാറാക്കുമ്പോൾ വീടിൻ്റെ അതേ വലിപ്പമുള്ള പേപ്പറിലാണോ പ്ലാൻ തയ്യാറാക്കുന്നത്? അല്ല അല്ലേ? വീടിന് ആനുപാതികമായ അകലത്തിലുള്ള രീതിയിലാണ് നാം പ്ലാൻ തയ്യാറാക്കുന്നത്. ഇതുപോലെ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. സ്കെയിൽ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് ഓൺ എ മാപ്പ്. സ്കെയിൽ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ map distance and corresponding ground distance. Scale should be maintained while preparing maps. Each map has its own scale. തോത് ഉപയോഗിച്ച് മാത്രമേ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. വലിയ ഭൂപ്രദേശങ്ങൾ ആവശ്യാനുസരണം കൃത്യതയോടെ ചെറുതാക്കി വരയ്ക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? തോത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഭൂപടത്തിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാൻ തോത് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളെന്നും തരംതിരിക്കാം. ബേസ്ഡ് ഓൺ സ്കെയിൽ, മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു സ്മോൾ സ്കെയിൽ മാപ്സ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. എന്താ ചെറിയ തോത് ഭൂപടങ്ങൾ? സ്മോൾ സ്കെയിൽ മാപ്സ് ലോകം, വൻകരകൾ, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ ചെറിയൊരു കടലാസിൽ ചിത്രീകരിക്കേണ്ടി വരുമ്പോൾ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ അവയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയൂ. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണം അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം. ഇഫ് ലാർജർ ഏരിയാസ് സച്ച് ആസ് ദ വേൾഡ്, കോണ്ടിനെൻറ്റ്സ്, countries and states are to be depicted in a small sheet of paper, only a few information can be incorporated into it. Maps showing only the important information of larger areas are called small scale maps. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണമായി നമുക്ക് ഏതൊക്കെ എഴുതാൻ കഴിയും? അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം ഇവയൊക്കെയാണ്. മാപ്സ് ഷോയിങ് only the important information of larger areas are called small scale maps. Example, atlas map and wall maps. എന്താണ് ഈ അറ്റ്ലസ്? നിങ്ങൾക്കെല്ലാവരും അറ്റ്ലസ് ഉപയോഗിക്കുന്നവരാണ്. വിവിധ ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് തയ്യാറാക്കുന്നതാണ് അറ്റ്ലസ്. അറ്റ്ലസ് ആദ്യമായി തയ്യാറാക്കിയത് ആരാ? എബ്രഹാം ഓർട്ടേലിയസ്.
ഏതൊക്കെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭൂപടങ്ങളാണ് അറ്റ്ലസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും ഉൾപ്പെടുന്ന ഭൂപടങ്ങളാണ് സാധാരണയായി അറ്റ്ലസ് ഭൂപടങ്ങളിൽ ഉൾക്കൊള്ളിക്കാറുള്ളത്. അറ്റ്ലസ് മാപ്സ് ആർ സ്മോൾ സ്കെയിൽ മാപ്സ്. These maps represent large areas and it gives geographical information about the world, continents, countries or regions. ഇനി രണ്ടാമത്തെ ഉദാഹരണമായി നാം കണ്ടെത്തിയത് ഏതാ? ചുമർ ഭൂപടങ്ങൾ, വാൾ മാപ്സ്. എന്താ ചുമർ ഭൂപടങ്ങൾ? നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്നവയാണ് ചുമർ ഭൂപടങ്ങൾ. വിവിധ തരത്തിലുള്ള ചുമർ ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവയുടെ പ്രത്യേകത എന്താണ്? കൂടുതൽ വലുപ്പത്തിൽ വ്യക്തമായി വരയ്ക്കാൻ കഴിയുന്നവയാണ് ചുമർ ഭൂപടങ്ങൾ. അതിനാൽ തന്നെ ഇവ വിവിധ തോതുകളിൽ വരയ്ക്കാൻ കഴിയും. ഒരു രാജ്യത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ ചുമർ ഭൂപടങ്ങൾ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഭൂമിയിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകളാണ് പ്രധാനമായും ചുമർ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നത്. വാൾ മാപ്സ്. These maps are generally drawn on large size paper, mainly used in our classrooms. We can draw it in different scales. It mainly depicts physical as well as cultural features on earth. ഇനി നമുക്ക് വലിയ തോത് ഭൂപടങ്ങളെക്കുറിച്ച് പഠിച്ചാലോ? വലിയ തോത് ഭൂപടങ്ങൾ എന്നാൽ എന്താണ്? ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? താരതമ്യേന ചെറിയ പ്രദേശങ്ങളായ വില്ലേജ്, വാർഡ് എന്നിവ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. If the area to be depicted is a comparatively small region like a ward or village, more information can be incorporated into it. Maps representing detailed information of small areas are called large scale maps. എന്തൊക്കെ നമുക്ക് ഉദാഹരണമായി കണ്ടെത്താൻ കഴിയും? കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം. എന്താണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ? പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആവശ്യകത എന്താണ്? ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനുമാണ് നാം കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. Cadastral maps are prepared by the government agencies to realize revenue and taxes along with keeping a record of ownership. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമഭൂപടങ്ങൾ, വില്ലേജ് മാപ്സ്. കഡസ്ട്രൽ എന്ന പദം രൂപപ്പെട്ടത് കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ് ഇതിൻ്റെ അർത്ഥം. The term cadastral is derived from the French word cadastre meaning register of territorial property. എന്താ ധരാതലീയ ഭൂപടങ്ങൾ? ടോപ്പോഗ്രാഫിക്കൽ മാപ്സ്. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇതിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്നു. അതായത് ഒരു ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നു. The topographical maps are prepared on the basis of precise surveys. It depicts all physical and cultural features such as physiography, rivers, vegetation, agricultural land, etc. നിങ്ങൾ ധരാതലീയ ഭൂപടങ്ങൾ കണ്ടിട്ടുണ്ടോ? ധരാതലീയ ഭൂപടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇനിയൊരു പ്രവർത്തനമായാലോ? ചെറിയ തോത് ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഉദാഹരണം എഴുതുക. ഡിഫറൻഷിയേറ്റ് സ്മോൾ സ്കെയിൽ മാപ്സ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. ഗിവ് എക്സാമ്പിൾസ്. ഭൂപടം ശ്രദ്ധിക്കൂ. ഈ ഭൂപടത്തിൽ 3 തരത്തിൽ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? എന്തിനാണ് ഈ 3 രീതികൾ? നമുക്ക് നോക്കാം.
വാട്ട് മൈറ്റ് ബി ദ പർപ്പസ് ഓഫ് ദീസ് 3 മെത്തേഡ്സ് ഓഫ് സ്കെയിൽ? നിങ്ങൾ 7ാം ക്ലാസ്സിൽ തോത് രേഖപ്പെടുത്തുന്ന 3 രീതികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ഷോ ദ സ്കെയിൽ? പ്രസ്താവന രീതി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. ഭിന്നക രീതി, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. രേഖാരീതി, ലീനിയർ സ്കെയിൽ. ഇനി നമുക്ക് പ്രസ്താവന രീതി എന്താണെന്ന് നോക്കാം. ഭൂപടം ശ്രദ്ധിക്കൂ. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നിങ്ങൾക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? വിച്ച് among the scales given in the map is easy for us to understand? 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയ തോതാണ് അല്ലേ? 1 സെൻറ്റിമീറ്റർ to 5 കിലോമീറ്റർ. From this we can easily understand that 1 centimeter on the map represents 5 kilometer on earth. ഇത് മനസ്സിലാക്കാൻ നമുക്ക് അധികമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഭൂപടത്തിലെ ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ 5 കിലോമീറ്റർ ആണ് എന്നിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഈ രീതിയുടെ മെച്ചം. The merit of this method is that even a layman can easily understand this. What is the merit of statement of scale? Even a layman can easily understand this. പ്രസ്താവന രീതിയുടെ മെച്ചം എന്താണ്? സാധാരണക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ പിന്നെ മറ്റു രീതികളിൽ തോത് രേഖപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ? നമുക്ക് നോക്കാം. എന്തെങ്കിലും പ്രത്യേകത കാണും അല്ലേ? നാം സാധാരണയായി ഉപയോഗിക്കുന്ന സ്കെയിൽ കണ്ടല്ലോ. ഇതിൽ യൂണിറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വശത്ത് യൂണിറ്റുകൾ സെൻറ്റിമീറ്ററിലും മറുവശത്ത് യൂണിറ്റുകൾ ഇഞ്ചിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏത് യൂണിറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? സെൻറ്റിമീറ്റർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് അല്ലേ? ഇഞ്ച്, സെൻറ്റിമീറ്റർ എന്നിവ നീളത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റുകളാണ്. നിങ്ങളുടെ വീട്ടിൽ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ ദൂരം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടാതെ നിങ്ങൾ നല്ല വായനാശീലമുള്ളവരാണ്. ചില സാഹിത്യ കൃതികളിലൊക്കെ മൈൽ, ഫർലോങ് എന്നീ ദൂരമളക്കാനുള്ള യൂണിറ്റുകൾ പ്രയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് പരിചിതമായ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഇവയൊക്കെയാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇഞ്ച്, മൈൽ, ഫർലോങ് തുടങ്ങിയ യൂണിറ്റുകളാണ് പ്രചാരത്തിലുള്ളത്. ഈ യൂണിറ്റുകളായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇവിടെയും ഉപയോഗിച്ചിരുന്നത്. ഇത്തരം യൂണിറ്റുകളെ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെട്ടിരുന്നു, ബ്രിട്ടീഷ് സിസ്റ്റം. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും പോയപ്പോൾ നമ്മുടെ രാജ്യത്ത് പുതിയൊരു സിസ്റ്റം നിലവിൽ വന്നു. ഏതാത്? മെട്രിക് സിസ്റ്റം. 1956 മുതലാണ് മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ ഇന്ത്യയിൽ പ്രചാരത്തിലായത്. ഭിന്നക രീതി എന്താണെന്ന് നോക്കണ്ടേ? ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ ഭിന്നക രൂപത്തിൽ സൂചിപ്പിക്കുന്നതാണ് ഭിന്നക രീതി. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ മാപ്പ് ഡിസ്റ്റൻസ് ആൻഡ് കറസ്പോണ്ടിങ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷണൽ ഫോം. ഇത്തരത്തിൽ ഇന്ത്യയിലെ യൂണിറ്റുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റു രാജ്യക്കാർക്ക് വിശകലനം ചെയ്യാൻ കഴിയുമോ? അതിനാണ് നാം ഭിന്നക രീതിയിൽ തോത് തയ്യാറാക്കുന്നത്. പല അളവുകൾ ഉപയോഗിക്കുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ഇത് പരിഹരിക്കാനാണ് ഭിന്നക രൂപത്തിൽ തോത് രേഖപ്പെടുത്തുന്നത്. എന്താ ഭിന്നക രീതി? ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ
ഭിന്നക രൂപത്തിൽ സൂചിപ്പിക്കുന്നതാണ് ഭിന്നക രീതി. Representative fraction is the ratio between the map distance and corresponding ground distance expressed in fractional form. നമുക്കറിയാം, 1 സെൻറ്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്നത് പ്രസ്താവനാ രീതിയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ഭിന്നക രീതിയിൽ എഴുതാൻ കഴിയും? Let us convert the statement of scale 1 centimeter to 5 kilometer into representative fraction. ഭൂപടത്തിലെ ദൂരത്തിനെ ഭൂമിയിലെ ദൂരം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഭിന്നക രീതിയിൽ ഇതിനെ മാറ്റി എഴുതാവുന്നതാണ്. Representative fraction is equal to distance on map divided by distance on ground. ഇവിടെ ഭൂപടത്തിലെ ദൂരം എത്രയാ? 1 സെൻറ്റിമീറ്റർ ആണ്. ഭൂമിയിലെ ദൂരമോ 5 കിലോമീറ്റർ. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? 1 സെൻറ്റിമീറ്റർ ഓൺ മാപ്പ് ഡിവൈഡഡ് ബൈ 5 കിലോമീറ്റർ ഓൺ ഗ്രൗണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് സെൻറ്റിമീറ്ററും ഒരു ഭാഗത്ത് കിലോമീറ്ററുമായിട്ടാണ് യൂണിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഈക്വലൈസ് ചെയ്യണ്ടേ, തുല്യമാക്കണ്ടേ? ഇതിനായി എല്ലാം ചെറിയ യൂണിറ്റായ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. 5 കിലോമീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്റർ ആക്കി നോക്കിയാലോ? 1 കിലോമീറ്റർ എന്നത് എത്ര മീറ്ററാണ്? 1000 മീറ്ററാണ്. 1 മീറ്റർ എന്നത് 100 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയെങ്കിൽ 1 കിലോമീറ്റർ എന്നത് എത്ര സെൻറ്റിമീറ്റർ ആകും? 1,00,000 സെൻറ്റിമീറ്ററാണ്. 5 കിലോമീറ്റർ ആയാലോ 5,00,000 സെൻറ്റിമീറ്ററായി മാറുന്നു. ഇനി നമുക്ക് ഭിന്നക രീതിയിൽ എഴുതി നോക്കാം. 1:5 lakhs 1:5,00,000 എന്നതിനെ 1/5,00,000 1/5 lakhs എന്ന് എഴുതാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഭിന്നക രീതിയിൽ തോത് രേഖപ്പെടുത്താൻ കഴിയുന്നത്. ഇതിൻ്റെ മെച്ചം എന്താണ്? ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ വായിച്ചെടുക്കാൻ സാധിക്കും. ദിസ് പ്രപ്പോർഷനേറ്റ് ഡിസ്റ്റൻസ് ക്യാൻ ബി റീഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ യൂണിറ്റ്സ് ഫോളോഡ് ഇൻ ഈച്ച് കൺട്രി. നമ്മളിതിനെ 1 സെൻറ്റിമീറ്റർ 5,00,000 സെൻറ്റിമീറ്ററിനെ കാണിക്കുന്നു എന്ന് വായിക്കുമ്പോൾ യൂറോപ്പുകാർ ഇതിനെ 1 ഇഞ്ച് 5,00,000 ഇഞ്ചിനെ കാണിക്കുന്നു എന്ന് വായിക്കുന്നു. While the Indians read this as 1 centimeter to 5 lakh centimeters, the Europeans can read this as 1 inch to 5 lakhs inches. ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ വായിച്ചെടുക്കാം. This proportionate distance can be read in accordance with the units followed in each country. ഭിന്നക രീതി കൊണ്ടുള്ള പ്രധാന മെച്ചം എന്താണെന്ന് മനസ്സിലായല്ലോ. ഭിന്നക രീതി കൊണ്ടുള്ള പ്രധാന മെച്ചം എന്ത്? വാട്ട് ഈസ് ദ മെറിറ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ? ഇന്ന് നാം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്താലോ. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും തരം തിരിക്കാം. ബേസ്ഡ് ഓൺ സ്കെയിൽ, മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു സ്മോൾ സ്കെയിൽ മാപ്സ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. എന്താ വലിയ തോത് ഭൂപടങ്ങൾ? താരതമ്യേന ചെറിയ ഭൂപ്രദേശങ്ങളായ വില്ലേജ്, വാർഡ് തുടങ്ങിയവയുടെ വിശദമായ വിവരങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് വലിയ തോത് ഭൂപടങ്ങൾ.
to depict detailed information of small region like a ward or village. Large scale maps. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണം അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം. മാപ്സ് ഷോയിങ് only the important information of larger areas are called small scale maps. Example, atlas map, wall maps. What are the different methods to show the scale? പ്രസ്താവന രീതി, statement of scale. ഭിന്നക രീതി, representative fraction. രേഖാരീതി, linear scale. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് ഈ രീതിയുടെ മെച്ചം. ദ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഈവൻ എ ലേമാൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദിസ്. ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലുള്ള ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ ഭിന്നക രൂപത്തിൽ സൂചിപ്പിക്കുന്ന രീതി. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ the map distance and corresponding ground distance expressed in fractional form. ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. This proportionate distance can be read in accordance with the units followed in each country. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.